അസ്സലാമു അലൈക്കും. കാണാൻ എന്ത് മൊഞ്ചിലേ. ഈ മൊഞ്ച് പോലെ തന്നെയാണ് ഈ ഒരു പഴം വെച്ചിട്ട് നമുക്കൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ പഴം കൊണ്ട് നിങ്ങൾ ഇതുവരെ കുടിച്ചു നോക്കാത്ത രുചിച്ച് നോക്കാത്ത ഒരു അടിപൊളി ഡ്രിങ്ക്, അതും ഈ ഒരു നോമ്പിന് ചൂടുകാലത്ത് നമ്മളെ മനസ്സും ശരീരമൊക്കെ ഒരുപോലെ തണുപ്പിക്കാനും റാഹത്താവാനും ഒക്കെ പറ്റണ നല്ലൊരു സ്പെഷ്യലായിട്ടുള്ളൊരു അടിപൊളി ഡ്രിങ്കാണ് കേട്ടോ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാതെ പോവല്ലേ, കാരണം അത്രക്കും ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഈ ഒരു ലൈക്ക് കാരണം ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിയിട്ട് ഒരുപാട് ആളുകൾക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയും ചെയ്യും. കാരണം അത്രക്കും ടേസ്റ്റാണ് കേട്ടോ. ഇനിയിപ്പോൾ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് കേട്ടിട്ട് നിങ്ങൾ ആരും ബേജാറാണ്ട, നമ്മളെ വീടിൻ്റെ അടുത്തുള്ള ചെറിയൊരു പെട്ടിക്കടയിൽ പോലും കിട്ടുന്ന സംഭവമാണ് കേട്ടോ ആ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ. അതെന്തല്ല മക്കളെ, കുറച്ച് ചോക്ലേറ്റാണ്. ഇപ്പം തന്നെ അങ്ങോട്ട് പറഞ്ഞു തരാം. ഇനിയിപ്പോൾ എന്താണെന്ന് വിചാരിച്ചിട്ട് ആരും ടെൻഷൻ ആവേണ്ട. വെറും 2 രൂപയ്ക്ക് കിട്ടുന്ന മുട്ടായികൾ ഉണ്ടാവുമല്ലോ ചോക്ലേറ്റിൻ്റെ, അതാണ് കേട്ടോ ചേർക്കണത്. എന്നാലും അത് ചേർത്ത് കഴിഞ്ഞാൽ ഇതിൽ വല്ലാത്തൊരു ടേസ്റ്റാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ സാധാരണ അവലൊന്നും നിർബന്ധമല്ല, പക്ഷെ അതൊക്കെ ചേർക്കുന്നുണ്ട്. ഏതായാലും നിങ്ങൾ വീഡിയോ ഒന്ന് കണ്ടു നോക്കി, നല്ല ടേസ്റ്റാണ്, നല്ല ഇഷ്ടമാവും, അതിൽ യാതൊരു സംശയവും ഇല്ല കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് മൊഞ്ചൻ പഴത്തിനെ കുറച്ച് ഒരു 5 6 7 ഞാൻ അതിലേക്ക് തൊലിച്ചിട്ടുണ്ട്. ഞാൻ എണ്ണയിട്ടൊന്നുമില്ല. പിന്നെ പഴത്തിൻ്റെ കണക്കൊക്കെ നിങ്ങളെ വീട്ടിൽ ആളുകളുള്ളതിനനുസരിച്ചിട്ട് ജനസംഖ്യക്ക് അനുസരിച്ചിട്ട് നിങ്ങൾ എടുക്കുക. ഇവിടെ ഇപ്പോൾ കുറച്ച് ആളുള്ളൂ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയണ കാര്യമായതുകൊണ്ട് തന്നെ. എന്നാലും തറാവിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2 ഗ്ലാസ് കുടിക്കാനൊക്കെ പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കണത്. അപ്പോൾ ഇതാ പഴമൊക്കെ ഞാൻ കുറച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒന്ന് ഈ മിക്സിൻ്റെ ജാർക്ക് തൊലിയൊക്കെ കളഞ്ഞിട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, ഇതിങ്ങനെ തന്നെ അടിച്ചാലും നല്ലോണം അടിയും. എന്നാലും നമുക്ക് പെട്ടെന്നൊന്നും ഇങ്ങോട്ട് അടിഞ്ഞ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് കട്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളിഷ്ടമാണ്. പിന്നെ ഒരു കാര്യം, പഴം അത്യാവശ്യം നല്ലോണം പഴുത്തോട്ടെ കേട്ടോ. എന്നാൽ ഒരുപാട് അങ്ങോട്ട് പഴുത്ത് കറുത്ത് പോകും വേണ്ട. തൊലി കറുത്ത പഴമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ ഒന്നാമത്തെ കാര്യം വെച്ചാൽ അതിന് പുഴുക്കളുണ്ടാവും കേട്ടോ. പഴമല്ലേ പുഴുക്കളുണ്ടാവില്ല എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. എന്തായാലും തൊലി നല്ലോണം കറുത്ത് കഴിഞ്ഞാൽ അതിൽ പുഴുക്കളുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ അത് എടുക്കരുത്. പ്രത്യേകിച്ച് ജ്യൂസൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇത്തരം ഡ്രിങ്കുകളൊക്കെ ഇങ്ങനെ ഈ ഒരു ചൂടത്ത് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളതൊരു വേവിക്കുക ഒന്നും ചെയ്യാത്തതുകൊണ്ട് തന്നെ അത് ശരിക്കും ഇങ്ങോട്ട് എന്തോ വേവിച്ചാലും കേൾക്കാൻ തന്നെ വയ്യ. പക്ഷേ ചില ആളുകളൊക്കെ ഉണ്ട് തൊലി നല്ലോണം കറുത്ത പഴം കൊണ്ടൊക്കെ പലഹാരമൊക്കെ ഉണ്ടാക്കണോല് ഓവറായിട്ട് തൊലി കറുത്ത് കഴിഞ്ഞാൽ ഞങ്ങൾ പഴം അതൊന്നും എടുക്കരുത് കേട്ടോ. കാരണം അത്രക്കും പുഴുക്കളുണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലാഞ്ഞിട്ടാണ്. അപ്പോൾ ഇതാ എന്നാലും അത്യാവശ്യം നല്ല പഴുത്തതായിക്കോട്ടെ കേട്ടോ. ഒരുപാട് പൊയ്ക്കാത്തതാവും വേണ്ട. നമ്മുടെ ഡ്രിങ്ക് നല്ല ടേസ്റ്റ് വേണമെങ്കിൽ അത്യാവശ്യം പോക്കണം. അപ്പോൾ ഇതാ ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ ആ ഒരു ചോക്ലേറ്റ്. നമ്മൾ കടയിൽ നിന്നൊക്കെ ഇപ്പോൾ 2 രൂപ കൊടുത്താൽ ഇത് കിട്ടും കേട്ടോ. അപ്പോൾ 2 രൂപ 4 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കാം. ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് നല്ലൊരു ടേസ്റ്റും നമ്മളെ ശരീരത്തിന് ഈ ഒരു ചൂടത്ത് നോമ്പൊക്കെ നോറ്റ് ക്ഷീണിച്ച് നിൽക്കുന്ന സമയത്ത് നല്ലൊരു ഹെൽത്ത് കിട്ടാനും കൂടി നല്ലൊരു ആരോഗ്യം കിട്ടാനും കൂടെ കുറച്ച് കാഷ്യൂ ചേർത്തിട്ടുണ്ട് കേട്ടോ. കാഷ്നട്ട് അണ്ടിപ്പരിപ്പ് കുറച്ച് ചേർത്തിട്ടുണ്ട്. അത് നല്ലതാണ് കേട്ടോ ചേർക്കണം. ഇനി അണ്ടിപ്പരിപ്പോ ബദാമോ പിസ്ത ഏതാണോ നിങ്ങളെ കയ്യിലുള്ള അത് ചേർത്തെടുത്തോളി. നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഈ ഒരു പഴം മാത്രം വെച്ച് ചെയ്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ലേശം പാലും കൂടി ഒഴിച്ചെടുത്തിട്ട് നല്ലോണം ഒന്ന് അടിച്ച് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ ഇപ്പം നല്ല തിക്കായിട്ടാണ് നിൽക്കുന്നത്. ഈ ഒരു തിക്കിൽ നമുക്ക് പറ്റൂല. ഇനി ഇതിലേക്ക് കുറച്ച് പാലും വെള്ളവും ഒക്കെ ഒഴിച്ചിട്ട് അടിച്ചെടുക്കുക കേട്ടോ. പാലൊക്കെ നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് പാർന്നോളി. ഇനിയിപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വെള്ളം തന്നെ ഒഴിച്ചെടുക്കാം. പക്ഷേ ഇതിലേക്ക് ഒരുപാട് പാൽ വേണമെന്നൊന്നുമില്ല. ഭയങ്കര ടേസ്റ്റാണ് നമുക്ക് ഈ ചോക്ലേറ്റൊക്കെ ഇങ്ങനെ അടിഞ്ഞ് വരുമ്പോൾ തന്നെ. അപ്പോൾ അതാ ഞാൻ കുറച്ചും കൂടെ പാലൊഴിച്ച് നല്ലോണം ഒന്നും കൂടെ അടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു നല്ലൊരു കയ്യിലിട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 4 5 ടേബിൾ സ്പൂണേ ഉണ്ടാവുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചോക്ലേറ്റും പിന്നെ കുറച്ചൊക്കെ പഴുത്ത പഴമായതുകൊണ്ട് തന്നെ അത്യാവശ്യം മധുരം ഇപ്പം തന്നെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ നല്ല തണുപ്പ് ഐസ് ക്യൂബ്സൊക്കെ ചേർക്കണോണ്ടും പിന്നെ നല്ല തണുപ്പിൽ കുടിക്കണോണ്ടും കുറച്ചൊരു മധുരം വേണ്ടി വരും. അതുകൊണ്ടാണ് കേട്ടോ കുറച്ചും കൂടെ പഞ്ചസാര ചേർത്ത് കൊടുത്തത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മധുരം ഇഷ്ടമില്ലാത്ത ആളുകളാണെങ്കിൽ ഈ ഒരു ചോക്ലേറ്റും പഴം തന്നെ ഇഷ്ടം പോലെ മധുരം ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ചേർത്ത് കൊടുക്കുക, പഞ്ചസാര കുറക്കാം. അപ്പോൾ ഞാൻ അതൊന്നും കൂടി നന്നാക്കി ഇങ്ങോട്ട് അടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതാ ഒരു പാത്രം എടുത്തിട്ട്, ഈ ഒരു പാത്രം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഒരു 2 വർഷം മുമ്പൊക്കെ ഞാൻ ഈ ഒരു പാത്രം തന്നെ എടുത്തിട്ട് ഒരുപാട് കൂട്ടുകാർ കമൻറ്റിലൂടെ ഇങ്ങനെ പറയുമായിരുന്നു,
എന്താ മൈമോ ആ മഞ്ഞപ്പാത്രം ഒന്ന് മാറ്റിക്കൂടേന്ന് ചോദിക്കൂട്ടോ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ ഒരു പാത്രം. പിന്നെ എൻ്റെ അയൽവാസികളും ഒക്കെ എന്നെ കളിയാക്കാൻ തുടങ്ങി. എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൽ നിന്നൊക്കെ ഇങ്ങനെ എനിക്ക് ആ ഒരു പാത്രം ഒന്ന് മാറ്റിക്കൂടെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞാണ്ട് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ മാറ്റിയതേനി കേട്ടോ. അങ്ങനെ മാറ്റിയെന്നല്ല, ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതന്നെ എടുക്കും. അപ്പോൾ ഞാനത് കാണാത്ത സ്ഥലത്തേക്ക് വെച്ചതേനി കേട്ടോ. അപ്പോൾ നനച്ചുൽ പണിയൊക്കെ ആയപ്പോൾ ഇത് പുറത്തേക്ക് ചാടിയതാണ്. അപ്പോൾ എനിക്കൊരു പൂതി ഇതിലൊന്ന് വീഡിയോ എടുത്താലോന്ന്. അപ്പോൾ ഇത് ഓർമ്മയുള്ള കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഒരുപാട് കാലം വീഡിയോ ചെയ്തൊരു സംഭവമാണ്. അന്നൊക്കെ സ്ഥിരമായിട്ട് കമൻറ്റ് വന്ന ആളുകളൊക്കെ ഓർമ്മ ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ ഇതിൽ കൊഴിച്ചു കൊടുത്തത് കേട്ടോ. നല്ല ഐസ് ക്യൂബ്സൊക്കെ ഇട്ട് നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. ഇനിയിപ്പോൾ ഇതിക്ക് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സംഭവമാണ് അവല് വറുത്തത്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കുക. പക്ഷേ നിങ്ങളൊരു കപ്പ് അവലൊന്ന് വറുത്തച്ചാൽ വേണ്ടിട്ടോ. ഇതിക്ക് ഇപ്പോഴേ ഇട്ട് കൊടുക്കണ്ട, നമ്മൾ കുടിക്കണ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ ഗ്ലാസ്സൊക്കെ ആദ്യം 2 പുടുത്ത അവലിടുക, 2 പുടുത്തം വേണ്ട 1 പുടുത്ത അവലിടുക, എന്നിട്ട് ജ്യൂസ് പാരുക. അതല്ലാന്നുണ്ടെങ്കിൽ ആദ്യം ജ്യൂസ് പാരുക, എന്നിട്ട് അവലിടുക, എന്നിട്ട് 1 സ്പൂൺ വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ഐസ്ക്രീമിൻ്റെ ഒരു ചെറിയൊരു ഇതും കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കരം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഐസ്ക്രീമൊന്നും വേണ്ട മക്കളെ, ഭയങ്കര ടേസ്റ്റുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഏലക്കപ്പൊടിനേക്കാളും ടേസ്റ്റ് ഉണ്ടാവുക നല്ല എസൻസാണ് കേട്ടോ. അപ്പോൾ എന്നിപ്പം ഒരു 2-3-4 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ആരോ കമൻറ്റ് ചെയ്തു നല്ല എസൻസ് കേടാണ്, അതിനേക്കാളൊക്കെ നല്ലത് ഏലക്കാപ്പൊടി അല്ലേ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താണ്. കാരണം ചില അറിവുകളൊക്കെ ചിലവർ പറഞ്ഞു തരുമ്പോൾ നമുക്ക് വേഗം മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വാനില എസൻസ് അങ്ങനെ അങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റൂല കേട്ടോ. ചില ഒഴിച്ചുവിടാൻ പറ്റാത്ത സംഭവത്തൊക്കെ വാനില എസൻസ് തന്നെ ചേർക്കണം. അപ്പോൾ വാനില എസൻസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്തോളൂ. നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ ഒരു തുള്ളി വാനില എസൻസ് ചേർത്ത് കൊടുത്ത് വെച്ചിട്ട് നമ്മുടെ ശരീരത്തിന് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വരില്ല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഏലക്കാപ്പൊടിയായിട്ട് ചേർത്ത് കൊടുത്തത്. ഏലക്കാപ്പൊടി ചേർത്ത് കൊടുത്താലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള ഈ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണമെന്ന് മാത്രമല്ല വീഡിയോക്ക് താഴെ ഒരു ലൈക്കും കൊടുക്കി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടാവും. അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ എന്നുള്ള ഗുണമെന്നറിയോ. ഇതുപോലെയുള്ള സിമ്പിൾ വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരുമ്പോൾ അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ മിസ്സാതെ നിങ്ങളെ ഫോണിൽ എത്തും കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനിയിപ്പോൾ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ഈ ഒരു കാര്യങ്ങൾ ചെയ്യട്ടോ. പിന്നെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് ഈ ഒരു ഡ്രിങ്ക് നിങ്ങൾ ഉറപ്പായിട്ടും ഇപ്പം അത്താഴത്തിനൊക്കെ കൊണ്ടുവന്ന പഴമൊക്കെ ഉണ്ടെങ്കിൽ ഒരു 2-3 പഴം മാറ്റി വെച്ചിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ്, നല്ല സിമ്പിളാണ്, വെറൈറ്റിയാണ്. ഉണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കുട്ടികളിത് കുടിച്ചുകൊണ്ടേയിരിക്കും കേട്ടോ. കുട്ടികൾ വീണ്ടും ഇപ്പോൾ ഋതുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവൽ നിങ്ങൾ എന്തായാലും വറക്കണം കേട്ടോ, എന്നിട്ടാണ് ഇത് കുടിക്കേണ്ടത്. അപ്പോഴാണ് ഇതിന് ടേസ്റ്റ് അറിയാം മക്കളെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.